വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. ഉപരിപഠന സാധ്യതകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഈ വിഷയത്തെ അധികരിച്ച് കേരള കാർഷിക സർവകലാശാല വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം മുൻ ഡയറക്ടർ ഡോക്ടർ TN ജഗദീഷ് കുമാർ നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. തങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ഒരു ജോലിയും ലഭിക്കുക എന്നതാണ് കേരളത്തിലെ ശരാശരി മാതാപിതാക്കളുടെ ഒരു ആഗ്രഹം. വിദ്യാർത്ഥി അവരുടെ കഴിവിനും അഭിരുചിക്കും അനുയോജ്യമായ രീതിയിലുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുകയും മികച്ച സ്ഥാപനങ്ങൾ കണ്ടെത്തി പഠനം നടത്തുകയും മികച്ച ശാഖകളിൽ ഉപരിപഠനം നടത്തുകയും ചെയ്താൽ മെച്ചപ്പെട്ട ഒരു ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത ഉണ്ട്. ആഗോളവൽക്കരണത്തിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും മാത്സര്യത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ ഓരോ വിദ്യാർത്ഥിയും അവരുടെ കഴിവിനും അഭിരുചിക്കും അനുസരിച്ച് കോഴ്സ് തിരഞ്ഞെടുത്ത് വേണ്ട രീതിയിൽ മികച്ച സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടി പഠനവും തുടർ പഠനവും നടത്തിക്കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി തീർച്ചയായും ലഭിക്കും. SSLC കഴിയുന്ന ഒരു കുട്ടിക്ക് എഞ്ചിനീയറിംഗ് അനുബന്ധ മേഖലകൾ, മെഡിക്കൽ അനുബന്ധ മേഖലകൾ, വെറ്ററിനറി, അഗ്രികൾച്ചർ തുടങ്ങിയ മേഖലകളിലും അക്കൗണ്ടൻസി, കൊമേഴ്സ്, മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിലും എക്കണോമിക്സ്, ഹിസ്റ്ററി, ഹ്യൂമാനിറ്റീസ് മേഖലകളിലും പഠനം സാധ്യമാണ്. ഒരു കോഴ്സിന് ചേരുന്നതിന് മുമ്പ് ആ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം തുടർന്ന് എവിടെ അഡ്മിഷൻ ലഭിക്കാം, അത് കഴിഞ്ഞ് എന്ത് ജോലിയിൽ എത്തിപ്പെടാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വിദ്യാർത്ഥിക്കും രക്ഷകർത്താക്കൾക്കും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓരോ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും ആ കോഴ്സ് സർക്കാർ മേഖലയിൽ, എയ്ഡഡ് മേഖലയിൽ, സ്വാശ്രയ മേഖലയിൽ എവിടെയൊക്കെ ഉണ്ട്, ആ കോളേജുകളുടെ നിലവാരം എങ്ങനെയുണ്ട്, ഫീസ്, മറ്റ് ചെലവുകൾ മുതലായവയെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണ്ട രീതിയിൽ നടത്തി കുട്ടിക്ക് പഠിക്കാവുന്ന കോഴ്സും രക്ഷകർത്താവിന് താങ്ങാവുന്ന കോഴ്സും തിരഞ്ഞെടുക്കേണ്ടതാണ്. പലപ്പോഴും ഏറ്റവും മികച്ച കോഴ്സ് എല്ലാ കുട്ടികൾക്കും അനുയോജ്യമാകണമെന്ന് നിർബന്ധമില്ല. ഞാൻ സാധാരണ പറയാറുള്ളത്, വിദ്യാഭ്യാസം ഭക്ഷണം മാതിരിയാണ്. ഓരോ ആൾക്കും ഓരോ വ്യക്തിക്കും എന്താണ് യോജിച്ചതെന്ന് അവർക്കറിയാം. അവർക്ക് കഴിക്കാവുന്ന ഭക്ഷണം കഴിക്കുക, അതവർക്ക് വളരെ സ്വാദിഷ്ടമായിരിക്കണം, നന്നായിട്ട് ദഹിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ അവർ ചേരുന്ന കോഴ്സുകൾ അവർക്ക് നന്നായിട്ട് ആസ്വദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നവയായിരിക്കും. രക്ഷകർത്താക്കളുടെ സാമ്പത്തിക സ്ഥിതി, ബാങ്കുകളിൽ നിന്ന് ലഭ്യമാകുന്ന വായ്പ മുതലായവയെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തണം. വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമാണ് 10ാം ക്ലാസ് പരീക്ഷ. 10 കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാം. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉണ്ട്. മാത്തമാറ്റിക്സ് അഥവാ കണക്ക് വളരെ പ്രധാനമാണ്. ഒരു ചൊല്ലുണ്ട്, ദർ ഈസ് നോ ലൈഫ് വിത്തൗട്ട് മാത്തമാറ്റിക്സ്. കണക്കില്ലാതെ ഒരു ജീവിതമില്ല. അപ്പോൾ കണക്ക് പഠിക്കാം എന്ന ആത്മവിശ്വാസമുള്ള കുട്ടികൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. അത് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താൽ ഏതെല്ലാം കോഴ്സിന് ഉപരിപഠനം നടത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥിക്കും രക്ഷകർത്താവിനും കൃത്യമായ ധാരണയുണ്ടാകണം. സാധാരണയായി എഞ്ചിനീയറിംഗ് മേഖലയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയിൽ പഠനവും ഉപരിപഠനവും പുതുതായി വന്നിട്ടുള്ള ഡാറ്റാ സയൻസ് തുടങ്ങിയ മേഖലകളിലേക്ക് പോകുന്നതിന് ഗണിതശാസ്ത്രത്തിൽ ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തത് സെക്കൻഡ് ഗ്രൂപ്പ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, MBBS, BDS മുതലായ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളും വെറ്ററിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി തുടങ്ങി കൃഷി അനുബന്ധ മേഖലകളിലുള്ള കോഴ്സുകളും പഠിക്കുന്നതിന് സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കേണ്ടത് ആവശ്യമാണ്. സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് മെഡിക്കൽ അഡ്മിഷൻ കാക്ഷിക്കുന്ന കുട്ടി, അതുപോലെ തന്നെ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, കേരളത്തിൽ എത്ര സീറ്റ് മെറിറ്റിലുണ്ട്, ആകെ എത്ര സീറ്റുണ്ട്,
ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ആയിരങ്ങൾക്ക് മാത്രമേ മിതമായ നിരക്കിൽ അഡ്മിഷൻ ലഭിക്കുന്ന സ്ഥാപനങ്ങളും സീറ്റുകളും ഉള്ളൂ. ഇത് മനസ്സിലാക്കി പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഓരോ തവണത്തെയും അവരുടെ റാങ്ക് നോക്കി ഓരോ കോഴ്സിനും വേണ്ട റാങ്ക് അനുസരിച്ച് ടാർഗറ്റ് നിശ്ചയിച്ച് മുൻകൂട്ടി തീവ്ര പരിശീലനം നടത്തേണ്ടതാണ്. കുറേ അധികം വർഷങ്ങൾ എൻട്രൻസിന് വേണ്ടി ചെലവാക്കുന്നത് അഭികാമ്യമല്ല. ഒരു വർഷം എൻട്രൻസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് ഏതാണ്ട് 1,00,000 രൂപയോളം ചെലവ് വരും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് ഈ പറയുന്ന എൻട്രൻസിൽ 650, 680, 600 മുകളിലോ കിട്ടാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ വർഷം കിട്ടിയ റാങ്ക് എത്രയാണ്? ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്വാശ്രയ മേഖലയിൽ MBBSന് ഒരു വർഷം 6.6 ലക്ഷം മുതൽ 15-20 ലക്ഷം വരെ ഫീസ് വാങ്ങുന്ന സ്ഥാപനങ്ങൾ ഇന്ത്യയിലുടനീളമുണ്ട്. താരതമ്യേന കുറഞ്ഞ റാങ്ക് ലഭിക്കുന്ന കുട്ടികൾക്ക് പോലും ഇങ്ങനെ ഉയർന്ന ഫീസ് കൊടുക്കാൻ സാധ്യമാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലുമുള്ള അംഗീകൃത മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാവുന്നതാണ്. ഈ 2 മാർഗങ്ങൾ കൃത്യമായി അറിഞ്ഞതിന് ശേഷം കോച്ചിങ്ങിന് പോകുക. MBBS, BDS, ആയുർവേദം, ഹോമിയോ അല്ലെങ്കിൽ തന്നെ അഗ്രികൾച്ചർ, വെറ്ററിനറി, ഫിഷറീസ്, ഫോറസ്ട്രി തുടങ്ങി വളരെയധികം കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകൾക്കെല്ലാം നല്ല ജോലി സാധ്യതയുണ്ട്. ജോലി സാധ്യത പ്രധാനമായിട്ട് 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന്, കുട്ടിയുടെ ബുദ്ധി, ഓർമ്മശക്തി, അറിവ് മുതലായവ. അതുപോലെ തന്നെ പ്രധാനമാണ് പഠിക്കുന്ന സ്ഥാപനം. സർക്കാർ മേഖലയിലെ പ്രശസ്തമായ കോളേജുകളിൽ മികച്ച അധ്യാപകരുണ്ട്, മികച്ച സൗകര്യങ്ങളുണ്ട്. ഒരു കോളേജ് നമ്മൾ അഡ്മിഷൻ നേടുമ്പോൾ ആദ്യം നോക്കേണ്ടത് അവിടുത്തെ ഫാക്കൽറ്റി അഥവാ അധ്യാപകർ, ലബോറട്ടറി സൗകര്യങ്ങൾ, ട്രെയിനിങ്, ഇന്റേൺഷിപ്പ് മുതലായവയ്ക്കുള്ള സൗകര്യങ്ങൾ, മുൻകാല പ്ലേസ്മെന്റ്, ഈ കോളേജിൽ പഠിച്ച കുട്ടികൾ എന്ത് ചെയ്യുന്നു മുതലായവ കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഏത് കോഴ്സും തിരഞ്ഞെടുക്കണം. എഞ്ചിനീയറിംഗ് അനുബന്ധ മേഖലകളിൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ളത് കമ്പ്യൂട്ടർ സയൻസിനാണ്. കമ്പ്യൂട്ടർ മേഖലയിൽ പ്രാവീണ്യമുള്ളവരും സോഫ്റ്റ്വെയർ രംഗത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി എഞ്ചിനീയറിംഗ് ശാഖകൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഗണിതശാസ്ത്രത്തിൽ അഥവാ മാത്തമാറ്റിക്സിൽ അത്യാവശ്യം പ്രാവീണ്യമുള്ളവരായിരിക്കണം. എഞ്ചിനീയറിംഗിൽ റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി ഒട്ടനവധി പുതുതലമുറ കോഴ്സുകൾ വന്നിട്ടുണ്ട്. സമർത്ഥരായ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു അടിസ്ഥാന ഡിഗ്രി BTech, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, EEE മുതലായവ എടുത്തതിന് ശേഷം ഉപരിപഠനത്തിനായി പ്രത്യേക മേഖലകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നതാണ് കൂടുതൽ നല്ലത്. വളരെ നാരോ ഓർ ഇടുങ്ങിയ മൈന്യൂട്ട് സ്പെഷ്യലൈസേഷൻ ഉള്ള ഫീൽഡിൽ BTech അഥവാ അടിസ്ഥാന ബിരുദം നേടുന്ന കുട്ടികൾ അത്ര മെച്ചപ്പെട്ട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ജോലി കിട്ടാൻ പലപ്പോഴും ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങി പുതുതലമുറ കോഴ്സുകൾ പലതും ഉണ്ടെങ്കിലും ഒരു അടിസ്ഥാന എഞ്ചിനീയറിംഗ് ബിരുദം നേടിയതിനു ശേഷം ഇത്തരം കോഴ്സുകളിൽ ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ സർട്ടിഫിക്കറ്റോ നേടുന്നത് പലപ്പോഴും മെച്ചപ്പെട്ട കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നൽകുന്നതായി കണ്ടുവരുന്നുണ്ട്. അതുപോലെ ബയോടെക്നോളജി, ഫോറൻസിക് സയൻസ്, കാലാവസ്ഥാ വ്യതിയാനം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് തുടങ്ങി എമർജിംഗ് ആയ പല പേരുകളിലും അനവധി ഡിഗ്രി കോഴ്സുകൾ ഉണ്ടെങ്കിലും അവയ്ക്കൊന്നും തന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ആനുപാതികമായി ജോലി ലഭിക്കുന്നില്ല എന്നതാണ് അനുഭവത്തിൽ കാണുന്നത്. ഇത്തരം കോഴ്സുകൾക്ക് ചേരുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. +2 കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കുന്ന കുട്ടികൾക്ക് നിരവധി ഉപരിപഠന സാധ്യതകളുണ്ട്. ബികോം വിത്ത് കമ്പ്യൂട്ടർ, ബികോം വിത്ത് CA, ബികോം വിത്ത് CS ഓർ കമ്പനി സെക്രട്ടറി. ഇതുകൂടാതെ CA, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി, CMA തുടങ്ങി അക്കൗണ്ടിംഗ് രംഗത്തെ ഒട്ടനവധി കോഴ്സുകളിൽ
സാധ്യതയുണ്ട്. ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുക്കുന്ന കുട്ടികൾക്ക് ഹിസ്റ്ററി, എക്കണോമിക്സ്, ആർട്സ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മുതലായ മേഖലകളിൽ ഉപരിപഠനം നടത്തുന്നതിന് മികച്ച സാധ്യതകളുണ്ട്. പൊതുവെ നമ്മുടെ കുട്ടികൾക്കൊരു ധാരണയുണ്ട്, സിവിൽ സർവീസ് കാക്ഷിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ എല്ലാവരും ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുക്കണം, എക്കണോമിക്സ് പഠിക്കണം, ഹിസ്റ്ററി പഠിക്കണം എന്നൊക്കെ. അങ്ങനെ യാതൊരു ധാരണകളും വച്ചു പുലർത്തരുത്. ഏത് കോഴ്സ് പഠിച്ചാലും സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ സാധിക്കും. പക്ഷേ സിവിൽ സർവീസിനുള്ള പരിശീലനം തുടങ്ങേണ്ടത് 10ാം ക്ലാസ്സിൽ തുടങ്ങണം, അല്ലെങ്കിൽ 11ാം ക്ലാസ്സിൽ തുടങ്ങണം, 12ാം ക്ലാസ്സിൽ തുടങ്ങണം. ഡിഗ്രിക്ക് ചേരുന്നതിന് മുമ്പ് സിവിൽ സർവീസ് എഴുതാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് പടിയായി പരിശീലനം നടത്തുകയും വേണം. ഏത് ഗ്രൂപ്പ് പഠിച്ചാലും പോകാവുന്ന കുറേ അധികം കോഴ്സുകളുണ്ട്. BBA, LLB. LLBക്കുള്ള പഞ്ചവത്സര LLB കോഴ്സിനുള്ള ക്ലാറ്റ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് വഴി ഇന്ത്യയിലെ പ്രശസ്തമായ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടിയെടുക്കാവുന്നതാണ്. 5 വർഷത്തെ കോഴ്സിന് ശേഷം മികച്ച പ്ലേസ്മെന്റും ഉയർന്ന ശമ്പളവും പലർക്കും കിട്ടുന്നുണ്ട്. കേരളത്തിലെ ലോ കോളേജുകളിലേക്ക് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ സാധാരണയായി ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് നടത്തപ്പെടുന്നത്. +2 കഴിഞ്ഞ കുട്ടികൾക്ക് പഞ്ചവത്സര LLBക്ക് ചേരാം. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ത്രിവത്സര LLBക്ക് ചേരുന്നതിനും മജിസ്ട്രേറ്റ്, പബ്ലിക് പ്രോസിക്യൂട്ടർ, കമ്പനികളുടെ ലീഗൽ അഡ്വൈസർ, ലോ ഫേംസ്, ഇതൊന്നും കൂടാതെ സ്വകാര്യ പ്രാക്ടീസ്, ജുഡീഷ്യൽ സർവീസ്, ഒട്ടനവധി മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിക്കാനും ഉയർന്ന നിലയിൽ ജോലി കിട്ടുന്നതിനും സാധ്യത ഉള്ള ഒരു കോഴ്സാണ് LLB. മാത്രമല്ല മിക്ക മത്സര പരീക്ഷകളിലും ലോ അടിസ്ഥാനമാക്കി കുറേയധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നിയമബിരുദം നേടിയ കുട്ടികൾക്ക് അവ അനായാസമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം, കമ്പ്യൂട്ടർ വിജ്ഞാനം, പൊതുവിജ്ഞാനം ഇവ ഏത് മത്സര പരീക്ഷയ്ക്കും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ക്യാമ്പസ് ഇന്റർവ്യൂ വഴിയോ ഒരു പൊതുപ്രവേശന പരീക്ഷ വഴിയോ ജോലി തേടുന്ന കുട്ടികൾ ഈ കാര്യം കാലേക്കൂട്ടി ശ്രദ്ധിച്ച് വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ സാഹചര്യത്തിൽ ഒരു ജോലി ലക്ഷ്യമാക്കുകയും ആ ജോലിക്ക് വേണ്ട യോഗ്യതകൾ, ഡിഗ്രികൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക, അതിനൊരു സമയപരിധി 5 വർഷമോ 6 വർഷമോ 10 വർഷമോ നിശ്ചയിക്കുക. അത് ലക്ഷ്യമാക്കി 10ാം ക്ലാസ് കഴിയുമ്പോഴും +2 കഴിയുമ്പോഴും നമ്മൾ പഠനം ആരംഭിക്കണം. അതനുസരിച്ചുള്ള മെച്ചപ്പെട്ട കോഴ്സുകൾ കണ്ടെത്തണം. ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്ന മെച്ചപ്പെട്ട സ്ഥാപനങ്ങൾ കണ്ടെത്തണം. അവിടെ അഡ്മിഷന് വേണ്ട രീതികൾ മനസ്സിലാക്കണം. അഡ്മിഷന് വേണ്ടി പരിശ്രമിച്ച് പ്രവേശന പരീക്ഷയാണെങ്കിൽ പ്രവേശന പരീക്ഷ വഴി അഡ്മിഷൻ നേടിയെടുക്കുക. ചിട്ടയോടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി എന്ന സ്വപ്നം 6-7 വർഷം കൊണ്ട് സാക്ഷാത്കരിക്കാൻ പറ്റും. എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം. ഉപരിപഠന സാധ്യതകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഈ വിഷയത്തെ അധികരിച്ച് കേരള കാർഷിക സർവകലാശാല വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം മുൻ ഡയറക്ടർ ഡോക്ടർ TN ജഗദീഷ് കുമാർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു. ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, സമയം 9:30 കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് തലവടി ജയചന്ദ്രൻ.